ബ്രോ ഇപ്പം ജൂൺ കണ്ടു. ജൂണാത്ത കണ്ട സമയത്തായാലും ആ പയ്യനെ കണ്ടപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചില്ല ഈ പയ്യൻ്റെ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ഒരു മരുതിരിപ്പുണ്ടെന്നുള്ളത്. ഇപ്പം ബബ്ബ റിലീസായിരിക്കുവാണ്, ഹ്യൂജ് റെസ്പോൺസ് വരുന്നു, ഹെവി തിയേറ്റർ എക്സ്പീരിയൻസ്. ഇപ്പോൾ പ്രേക്ഷകരുടെ കൂടുതൽ പടം കണ്ടു. ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു സമയം? സന്തോഷം. കാരണം ഇങ്ങനത്തെ ഒരു പടമാണ് നമ്മൾ ഫാൻസൊക്കെ ആയിട്ട് എല്ലാവരും ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്ത് കാണേണ്ട അങ്ങനെ ഒരു ഓഡിയൻസിന് വേണ്ടിയുള്ളൊരു സിനിമയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ പടം കാണാൻ എനിക്ക് അങ്ങനത്തെ പടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നൂറിന് ഇഷ്ടമാണ്, ധനഞ്ജയ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു മസാല ഫ്ലേവർ സിനിമ ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പം അത് സന്തോഷം. ബാക്കി ഇനി അടുത്തടുത്ത ഷോസ് കാണുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുക. ഇതിപ്പോൾ കുറേയൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ഇനി കൂടുതൽ ഷോസ് കഴിയുമ്പോൾ നമുക്കൊരു റെസ്പോൺസ് അറിയാൻ പറ്റില്ല. ഇത് ദിലീപേട്ടൻ്റെ മനസ്സിൽ കണ്ടെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളെ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനൊരു ക്യാരക്ടറൊക്കെ ഡെവലപ്പ് ചെയ്ത് ഫൈനലി ദിലീപേട്ടനിലേക്ക് എത്തിയപ്പോഴാണ്. ഏത് മോഡലാണ് അദ്ദേഹത്തിന് ഇത്ര ഒരു മാഡ് സാധനം പുള്ളിക്ക് കൊടുക്കണമെന്ന് തോന്നിയത്? ഇത്ര ഒരു മാക്സ് ലെവൽ സാധനം ഇവിടെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി. അതിങ്ങനെ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ വിനീതായിട്ടും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പുള്ളി ചെയ്താൽ നന്നാവുമെന്ന് പറഞ്ഞു. പിന്നെ